Today we are discussing about retrofit in Android. In the world of Android application development, making network requests to fetch data from API is a common task. Retrofit is a powerful and popular library that simplifies this process by providing a clean and efficient way to make API calls. Retrofit is a type-safe HTTP client for Android and Java developed by Square who developed Dagger, OK, HTTP, etc. In this article, we are going to explain how to use Retrofit with a focus on its most interesting features. Most notably, we will discuss the synchronous and asynchronous API, how to use with authentication, login, and some good modeling practices. Simply, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ടി ടി പി ലൈക്ക് ഫോർ എ പി ഐന്ന് നമ്മൾ ഡാറ്റ എടുക്കാറുണ്ട്. എ പി ഐ മീൻസ് നമ്മൾ സെർവറിലിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ നമ്മുടെ മൊബൈലിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല വഴികളും തേടാറുണ്ട്. ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ നമ്മൾ സാധാരണ പല ലൈബ്രറീസ് ഉപയോഗിക്കാറുണ്ട് എ പി ഐ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ മെത്തേഡ്സ് ഉപയോഗിക്കും. എ പി ഐൻ്റെ മെത്തേഡ്സ് ഗെറ്റ്, പുട്ട്, പാച്ച്, ഡിലീറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പോസ്റ്റ്, അങ്ങനെ ഒരുപാട് എച്ച് ടി ടി പി മെത്തേഡ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ എ പി ഐ കോള്, അതായത് ഡാറ്റ നമ്മൾ സെർവറിൽ നിന്ന് നമ്മുടെ മൊബൈലിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ എ പി ഐ കോൾ എന്ന് പറയുക. എ പി ഐ കോൾ എന്ന് പറഞ്ഞാൽ എ പി ഐ കോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കോൾ ചെയ്ത് ഡാറ്റ എടുക്കുകയാണെങ്കിൽ എ പി ഐ ഫെച്ചിങ്, ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ്, നേറ്റീവ് ആൻഡ്രോയിഡിൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള, കോട്ട്ലിന് പ്രത്യേകിച്ച് ഇന്ന് മോസ്റ്റ് പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറീൻ്റെ പേരാണ് റെട്രോഫിറ്റ്. ഇത് ഡെവലപ്പ് ചെയ്തത് സ്ക്വയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ സ്ക്വയറിൻ്റെ അണ്ടറിലാണ് ഡാഗറും ഓക്കെ എച്ച് ടി ടി പി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. ഡാഗർ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈബ്രറിയാണ്. ഓക്കെ എച്ച് ടി ടി പി എന്ന് പറഞ്ഞാൽ ലോഗിൻ ഇൻ്റർസെപ്റ്ററാണ്. ലോഗിൻ ഇൻ്റർസെപ്റ്റർ മീൻസ് എ പി ഐൻ്റെ നെറ്റ്വർക്ക് കോൾസും അങ്ങനെയൊക്കെ ഒരു ലൈവ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാം ഓക്കെ എച്ച് ടി ടി പിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് ഇനീഷ്യലി റെട്രോഫിറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് പോവാം. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടേബിൾ ഓഫ് കണ്ടൻസ്. ഫസ്റ്റ് വൺ ആഡിങ് ഡിപ്പെൻഡൻസി, സെക്കൻഡ് വൺ എ പി ഐ മോഡലിംഗ് ആൻഡ് അനോട്ടേഷൻസ്, തേർഡ് വൺ മേക്ക് റെട്രോഫിറ്റ് ബിൽഡ് ഫോർ സിങ്ക്രണസ് അസിങ്ക്രണസ് എ പി ഐ കോൾസ് ആൻഡ് ഡിഫറെൻറ്റ് കൺവേർട്ടേഴ്സ്, ആൻഡ് ഫോർത്ത് വൺ ഒബ്സർവ് എ പി ഐ ഡാറ്റ ഇൻ ദ വ്യൂ മോഡൽ, ആൻഡ് ഫിഫ്ത്ത് വൺ മേക്കിംഗ് റിയൂസബിൾ എ പി ഐ ഇൻസ്റ്റൻസ് ക്ലാസ്, സിക്സ് വൺ ഓതൻറ്റിക്കേഷൻ ആൻഡ് സെവൻത്ത് വൺ ലോഗിങ്. സിംപ്ലി ഒന്നാമത് നമ്മൾ പറഞ്ഞത് അതൊരു ലൈബ്രറി ആഡ് ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമ്മൾ രണ്ടാമത് പറയും എ പി ഐ മോഡലിംഗ്. എ പി ഐ മോഡലിംഗ് അനോട്ടേഷൻസ്, അത് നമുക്ക് എന്താണെന്ന് പറയാം. മേക്ക് റെട്രോഫിറ്റ് ബിൽഡർ ഫോർ സിങ്ക്രണസ് ഓർ അസിങ്ക്രണസ് എ പി ഐ ആൻഡ് ഡിഫറെൻറ്റ് കൺവേർട്ടേഴ്സ്. അതായത് സിങ്ക്രണസ് ആയിട്ടും അസിങ്ക്രണൈസ്ഡ് ഡാറ്റ വരിക, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ വരിക. അപ്പോൾ 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4 അങ്ങനെ വരിക. അസിങ്ക്രണസ് പറഞ്ഞാൽ ചിലപ്പോൾ 1 കഴിഞ്ഞാൽ 5 വരും, 5 കഴിഞ്ഞാൽ 3 വരും, പറയാൻ പറ്റില്ല. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും ഡാറ്റ വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ചാണ്. പിന്നെ ഡിഫറെൻറ്റ് കൺവേർട്ടേഴ്സ്, ഇപ്പോൾ വരുന്ന ഡാറ്റ നമ്മൾ ജേസണിന് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലൊക്കെ മോഡൽ ചെയ്യുന്നതിനാണ്. അപ്പോൾ അത് ഒന്ന്. പിന്നെ ഒബ്സർവ് എ പി ഐ ഡാറ്റ ഇൻ ദ വ്യൂ മോഡൽ, അത് എ പി ഐ ഡാറ്റ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്തിട്ട് വ്യൂ മോഡലിലേക്ക് കൊടുക്കുക. കൺട്രോളർ പോലത്തെ ഒരു കോൺസെപ്റ്റാണ് നേറ്റീവ് ആൻഡ്രോയിഡിൻ്റെ കേസിൽ വ്യൂ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് ഡാറ്റ നമ്മൾ ഒബ്സർവ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മേക്കിംഗ് റിയൂസബിൾ ആപ്പ് ഐ ഇൻസ്റ്റൻസ്, അത് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എ പി ഐൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എ പി ഐ ഇൻസ്റ്റൻസ് പറഞ്ഞാൽ ഒരു ബേസ് യു ആർ എൽ ഉണ്ട് നേരത്തെ. ബേസ് യു ആർ എൽ വീണ്ടും ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഒറ്റ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ആ ഇൻസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെയർ ആപ്പിൽ മൊത്തം ഉപയോഗിക്കാൻ പറ്റുന്ന കോൺസെപ്റ്റാണ് ഈ എ പി ഇൻസ്റ്റൻസസ്, റീയൂസബിൾ ഗ്ലോബലായിട്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത കാര്യം പറഞ്ഞത് ഓതൻറ്റിക്കേഷനാണ്. ഓതൻറ്റിക്കേഷൻ നമുക്കറിയാലോ, നമ്മൾ ടോക്കണൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ഓതൻറ്റിക്കേഷനെ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെവൻത്ത് വൺ ലോഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോഗ് ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ വിഷയത്തിലേക്ക് കിടക്കാം, ആഡിങ് എ ഡിപ്പെൻഡൻസി എങ്ങനെയാണ് ആഡ് ചെയ്യൽ എന്നുള്ള. We will start adding retrofit library, implementation, etc. and retrofit in the library version like for that. Retrofit requires a minimum Java 8 or 8 plus or Android AP level 21 plus.
സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ലൈബ്രറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ എന്ന് പറയുന്ന ഫയലിൻ്റെ ഉള്ളിൽ ഡിപ്പെൻഡൻസി ഭാഗത്തുണ്ട്. ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇംപ്ലിമെൻറ്റേറ്റ് ചെയ്യുക, അതായത് ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുക. ഏത് രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഇംപ്ലിമെൻറ്റേഷൻ സ്ക്വയർ ആപ്പ് ഡോട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുക. പിന്നെ അടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക, റെട്രോഫിറ്റ് എന്ത് ചെയ്യുകയാണ്, മിനിമം സപ്പോർട്ട് ചെയ്യുന്ന വേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ 8+, 8ൻ്റെ എബോ ഉള്ള വേർഷൻസും മാത്രം, ഓർ ആൻഡ്രോയിഡിൻ്റെ API ലെവൽ 21ൻ്റെ മേലേക്കുള്ള API, അത് ആൻഡ്രോയിഡ് ഉള്ളത് മാത്രമേ എന്ത് ചെയ്യൂ, ഡിവൈസസിൽ മാത്രമാണ് ഈ റെട്രോഫിറ്റ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ആൻഡ് യൂസിങ് കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, കൺവേർട്ടർ നെയിം ട്രെൻഡ്സ് ടു എനി ഫ്രം ലിസ്റ്റഡ് കൺവേർട്ടേഴ്സ്. ലൈക്ക് ഫോർ നമ്മൾ വരുന്ന ഡാറ്റിനെ എന്ത് ചെയ്യാണ്, JSON വരുന്നതിന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. പല ടൈപ്പ് ഓഫ് കൺവേർട്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മോഷി, ജീസൺ, അങ്ങനെ ഒരുപാട്. അപ്പോൾ നമ്മളിവിടെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നത് ജീസൺ കൺവേർട്ടറാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം, എങ്ങനെയാണ് ജീസൺ കൺവേർട്ടർ ഇവിടെ ഇതാക്കണം. യൂസിങ് ജീസൺ കൺവേർഷൻ്റെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുന്നപ്പോൾ സ്ക്രീനിൽ നോക്കുക, അതേപോലെ മേലെ റെട്രോഫിറ്റും ചെയ്യുക, താഴെ ജീസൺ കൺവേർട്ടറും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് സംസാരിക്കാം API മോഡലിങ്ങിനെ കുറിച്ചാണ്. API മോഡലിംഗ്, റെട്രോഫിറ്റ് മോഡൽ റെസ്റ്റ് എൻഡ് പോയിൻറ്റ് ആസ് എ ജാവ ഇൻ്റർഫേസ്, മേക്കിംഗ് ദം വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കൺസ്യൂം. വളരെ സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അത് കൺസ്യൂമാണ്, വളരെ നമുക്ക് കൺസ്യൂം ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുമല്ലോ, ആ ഒരു സംഭവമാണ്. പിന്നെ വി വിൽ മോഡൽ യൂസർ API ഫ്രം ഗിറ്റാബ്, ഗെറ്റ് എൻഡ് പോയിൻറ്റ് റിട്ടേൺസ് എ JSON ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ഡാറ്റ റിട്ടേൺ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ മോഡലാണ് JSON ആണ് ഇത് ഇവിടെ. ഇത് പിന്നെ യൂസർ API എന്ന് പറഞ്ഞ ഒരു ലിങ്കിനെ കുറിച്ചാണ് പറഞ്ഞത്, ഗിറ്റാബിലുള്ള, അല്ലെങ്കിൽ ഒരു API എൻഡ് പോയിൻറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ API ലിങ്കിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത കാര്യം നോക്കാം, ബിൽഡ് മോഡൽ ക്ലാസ് ഫ്രം റെസ്പോൺസ്. നമ്മൾ മോഡൽ ക്ലാസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം വരുന്ന ഡാറ്റനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അപ്പോൾ നമ്മളത് സംസാരിക്കണം. അപ്പോൾ റെട്രോഫിറ്റ് വർക്ക് ബൈ മോഡലിംഗ് ഓവർ എ ബേസ് URL ആൻഡ് മേക്കിംഗ് ഇൻ്റർഫേസസ് റിട്ടേൺ എൻറ്റിറ്റീസ് ഫ്രം റെസ്റ്റ് എൻഡ് പോയിൻറ്റ്. For simplicity purpose, we are going to take a small part of the JSON by modeling our user class that is going to take values we have received them. അതിൻ്റെ ഡാറ്റ ക്ലാസ് ക്രിയേറ്റ് ചെയ്താണ്, ഡാറ്റ ക്ലാസ്സിൻ്റെ എക്സാമ്പിളാണ് ആ കാണുന്നത്. അത് സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മൾ റെട്രോഫിറ്റ് എങ്ങനെയാണ് മോഡൽ ചെയ്തിരിക്കുന്നത്, ഓവർ ബേസ് URL ആൻഡ് മേക്കിംഗ് ഇൻ്റർഫേസസ്. ഒരു ബേസ് URL ഉണ്ടാവും, ബേസ് URLൻ്റെ ഉള്ളിൽ സബ് URL ഉണ്ടാവും. ബേസ് URL എപ്പോഴും ഒരു കോമൺ ഇൻസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യും. സബ് URLന് എന്ത് ചെയ്യും, ഒരു ഇൻ്റർഫേസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ട്രിഗർ ചെയ്യും. ആ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ബാച്ച് ഏത് വേണോ നമുക്ക് വേണ്ട ആക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ആ മെത്തേഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും നമ്മളത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ എന്താ സംഭവിക്കണമെന്ന്. അപ്പോൾ we can see that we are only taking subset of properties for this example. Retrofit won't complain about missing properties since it is map that we need. It won't even complain if we were to add properties that are not in JSON. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഡാറ്റൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ വരുന്ന ഡാറ്റ എന്തായിരിക്കും, JSON ആയിരിക്കും. അപ്പോൾ JSON നമുക്കത് മോഡലിന് എന്ത് ചെയ്യാം, മാപ്പ് ചെയ്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് എടുക്കണം, മോഡൽ ക്ലാസ്സിലേക്ക് എടുക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് JSON എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു, ഇതാണ് JSONൻ്റെ ഫോർമാറ്റ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മോഡൽ ജനറേറ്റ് ചെയ്താണ് ഈ മോഡൽ ക്ലാസ്സിലേക്ക്, ഇതിലേക്കാണ് മാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഡാറ്റ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോഗിൻ എന്ന് പറഞ്ഞ ലോഗിന് ഇവിടെ ഉണ്ടാവും, അതിനനുസരിച്ച് ലോഗിന് സ്ട്രിങ് ആണ്, ആ സ്ട്രിങ്. അപ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള ഡാറ്റ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് അവർ പറഞ്ഞത്. ഇനി നമ്മൾ APIൻ്റെ ഒരു ബേസ് URL നമ്മൾ എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നത്, അല്ല ബേസ് URL എൻഡ് URL എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സാധാരണ നമ്മൾ ആൻഡ്രോയിഡ് നമ്മൾ ചെയ്യാറുള്ളത്, ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തും അതൊരു ഇൻസ്റ്റൻസ് പോലെ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് ആ ഇൻ്റർഫേസിൻ്റെ ഉള്ളിൽ നമ്മളെന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മൾ ഏത് ആക്ഷനാണ് നടക്കേണ്ടത്, ഏത് ആക്ഷനിലാണ് നമുക്ക് API അല്ലെങ്കിൽ HTTPൻ്റെ ഏത് മെത്തേഡ്സാണ് നമുക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അവിടെ സെറ്റാക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ക്രീനിൽ നോക്കിയാൽ ഇൻ്റർഫേസ് യൂസർ സർവീസ് എന്ന് പറഞ്ഞ സർവീസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സർവീസ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനുള്ള ഗെറ്റ് അവിടെ നിന്ന് ഡാറ്റ വിളിക്കാൻ, അപ്പോൾ അവിടെ നിന്ന് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു യൂസർ എൻ്റെ URL യൂസേഴ്സ് എന്ന് പറഞ്ഞ ഡാറ്റ എടുത്ത് ആ ഡാറ്റനെ സസ്പെൻഡ് ഫംഗ്ഷൻ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു മെത്തേഡിന് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. ഫംഗ്ഷന് ഇൻ്റർഫേസിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇൻ്റർഫേസിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഒരു അവിടെ ഡിഫൈൻ ചെയ്യില്ല ഫംഗ്ഷൻ, അവിടെ ഡിക്ലെയർ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫൈൻ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടൊരു സാമ്പിൾ എഴുതി. ഇതിൻ്റെ കാര്യം നോക്കുക, സസ്പെൻഡ് ഫംഗ്ഷൻ. സസ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസിൻക്രണസ് ആയിട്ട് ഡാറ്റ വരിക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, സസ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അസിൻക്രണസ് ഡാറ്റ വരുമ്പോൾ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടാന്ന് വെച്ചാൽ കോറൂട്ടീൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. കോറൂട്ടി നമ്മൾ ഓൾറെഡി അറിയുന്നവരായിരിക്കും. കോറൂട്ടീൻ്റെ ത്രെഡ്, ലൈറ്റ് വെയിറ്റ് ത്രെഡ് കൺസിഡർ ആസ് എ ലൈറ്റ് വെയിറ്റ് ത്രെഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഒരു അഡ്വാൻസ് കോൺസെപ്റ്റാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അറിയാത്തവരുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഇപ്പം ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗെറ്റ് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ /users NURL ആണ്. ഈ /users അതായത് പേജ് URL കഴിഞ്ഞിട്ടുള്ള /users എന്ന് പറഞ്ഞ ഡാറ്റാസ് മൊത്തം കൂടെ എടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു കൊറി കൊടുക്കണം, പെർ പേജിൽ എത്ര എണ്ണമാണ് വരേണ്ടതെന്ന്. അപ്പോൾ അടുത്ത കൊറി കൊടുത്തിരിക്കുന്നത് എന്താ, പേജിൻ്റെ നമ്പർ എത്രാമത്തെ പേജാണെന്ന്. പിന്നെ ഇത് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊരു വരുന്ന ഡാറ്റ എടുത്താൽ മാത്രം പോരല്ലോ, ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണമല്ലോ. ആ സ്റ്റോർ ചെയ്യുന്ന നമ്മളെ മോഡൽ ക്ലാസ്സിലേക്കാണ് മാപ്പ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് പോകുന്നത്, ലിസ്റ്റ് ഓഫ് യൂസേഴ്സ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ മോഡൽ വേറെ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് അറ്റ് യൂസേഴ്സ് യൂസർ നെയിം. നമ്മൾ എന്ത് യൂസേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് സ്പെസിഫിക് യൂസറായിട്ടുള്ള ഡാറ്റ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ സസ്പെൻഡ് ഫംഗ്ഷൻ അതിൻ്റെ പാത്ത് യൂസർ നെയിം എന്താണ് കൊടുത്ത്, ദെൻ ആ യൂസർ നെയിമിന് എന്താണെന്നും കൂടി നമ്മൾ പാസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ടൈപ്പായിട്ട് നമ്മളാണ്ട് പാസ് ചെയ്യും യൂസർ നെയിമായിട്ട്. അപ്പോൾ അത്ര ഉള്ള കാര്യങ്ങൾ. അപ്പോൾ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഫംഗ്ഷനുള്ളിൽ കൂടി പാരാമീറ്റർ ആയിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മെറ്റാഡാറ്റ പ്രൊവൈഡ് വിത്ത് അനോട്ടേഷൻ എനഫ് ദ ടൂൾസ് ജനറേറ്റ് വർക്കിംഗ് ഇംപ്ലിമെൻറ്റേഷൻ. The get annotation tells client HTTP method use which resource. So for example, by providing base URL http API github.com, it will send to request API github/users and the leading / our relative URLs tell to retrofit what it is absolute path of the host. ആബ്സല്യൂട്ട് പാത്തിനെ കുറിച്ചാണ് പറയുന്നത്. സ്ലാഷ് കഴിഞ്ഞിട്ട് ആബ്സല്യൂട്ട് പാത്താണ്. ആബ്സല്യൂട്ട് പാത്ത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏത് /users ആണ് ഒരു ആബ്സല്യൂട്ട് പാത്ത് എന്നുള്ള ലെവലിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പം മെറ്റാഡാറ്റ പ്രൊവൈഡ്സ്, മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ ഗെറ്റ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പം ഒന്ന് വായിച്ചു നോക്കുക, അപ്പം ഒരു ഐഡിയ കിട്ടും. ഇനി അനോട്ടേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അറ്റ്, ഗെറ്റ്, പുട്ട്, ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, പാച്ച്, ഡിലീറ്റ്, അങ്ങനെ HTTP മെത്തേഡ്സ് ഒരുപാടുണ്ട്. ഹെഡേഴ്സ്, ഹെഡർ മാപ്പ്, അങ്ങനെ ഒരുപാട് നമ്മൾക്കറിയാം HTTP മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കാൻ നോക്കുക. പിന്നെ ഹെഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാം ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ടൈപ്പ്, അതിന് പിന്നെ ആക്സസ് ടോക്കൺ എന്താണ് കൊടുക്കാൻ വേണ്ടി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കൊക്കെയാണ് ഹെഡേഴ്സ് കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ഹെഡർ ഇല്ലാതെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടപ്പോൾ ഹെഡറോട് കൂടിയിട്ടാണ് ഡാറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും, ഇങ്ങനെയാണ് എടുക്കുക. അപ്പോൾ ഹെഡർ ആദ്യം പാസ് ചെയ്യും, ദെൻ ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഏത് മെത്തേഡാണ് പാസ് ചെയ്യും, പിന്നെ സസ്പെൻഡ് ഫംഗ്ഷന് ആ ഒരു സംഭവം നോക്കുക. അത്ര ഉള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ്. ആൻഡ് ദർ വേ എ വൈഡ് വെറൈറ്റി ഓഫ് പോസിബിൾ ഓപ്ഷൻസ് പാരാമീറ്റർ ആസ് പാസ് ഇൻസൈഡ് എ മെത്തേഡ്. ഇപ്പം മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബോഡി പാസ് ചെയ്യാൻ പറ്റും. ബോഡി പാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റിലാണ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റിലൂടെ ബോഡി വഴിയാണ് നമ്മൾ പാസ് ചെയ്യുക. കാരണം മറ്റേതൊക്കെ ഗെറ്റിലാണെങ്കിൽ നമ്മൾ URL വഴിയാണ് പാസ് ചെയ്യുക, അത് സെക്യൂരിറ്റി കുറച്ച് കുറവാണ്. പക്ഷെ ബോഡിയിലൂടെ പാസ് ചെയ്യുന്ന പോസ്റ്റിലാണ് നമ്മൾ ഡാറ്റ പോകണ അറിയില്ല. പിന്നെ URL യൂസ് ഡൈനാമിക് URLs ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ അറ്റ് URL പാരാമീറ്റർ അനോട്ടേഷൻ അലോ പാസിങ് കംപ്ലീറ്റ് URL ഫോർ ദ എൻഡ് പോയിൻറ്റ്. പാസ് ചെയ്യാൻ വേണ്ടി എന്ത് സഹായിക്കുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് URL ഫോർ എൻഡ് പോയിൻറ്റ് കംപ്ലീറ്റ് URL. പിന്നെ ഇപ്പോൾ അറ്റ് ഗെറ്റ് URL ആൻഡ് URL സ്ട്രിങ് ഇങ്ങനെ കൊടുത്തിട്ടാണൊക്കെയാണ് അതിൻ്റെ ഡാറ്റാസൊക്കെ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അത് പാത്ത് സ്പെസിഫൈ പാത്ത് പാരാമീറ്റർ ദാറ്റ് വിൽ be placed instead of a markup we used in the path. Consider this URL. അതിപ്പോൾ നമ്മൾ പാത്ത് സ്പെസിഫൈ ചെയ്യുന്ന പാത്ത് പാരാമീറ്റർ സ്പെസിഫൈ ദാറ്റ് വിൽ പ്ലേസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ മാർക്കപ്പ് വി യൂസ് ഇൻ ദ പാത്ത്. അത് നമ്മൾ മാർക്കപ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ
ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വി യൂസിൻ്റെ പാത്തിൽ മാർക്കപ്പ് ആയിട്ടുള്ള സ്പെസിഫിക്കലി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ ഈ ഫിൽറ്റേഴ്സ് ചെയ്യുന്നതിന് സെർച്ച് ടൂൾസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പാത്തൊക്കെ കൊടുക്കാൻ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇത് നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ അടുത്ത വിളിക്കുന്നത് കാണിക്കുകയാണ് ഗെറ്റ് API സെർച്ച് ടൈപ്സ്, അതിന് സ്പെഷ്യൽ ID ഫിൽറ്റേഴ്സ്, അതായത് ID ബേസ് ചെയ്ത് ഫിൽറ്റർ ചെയ്തൊക്കെയുള്ളത് അത് ഫിൽറ്റർ ചെയ്തിട്ട് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫിൽറ്റർ ലിസ്റ്റ് എന്നുള്ള കൊടുത്തു. പാത്ത് എന്താണ് ID ആണ് പാത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്, കസ്റ്റമറിൻ്റെ ID ആണെന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ഏത് കൊറിയാണ് നമ്മൾ ഏത് കൊറിയാണ്, ഇപ്പോൾ കൊറി മീൻസ് നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡാറ്റ പാസ് ചെയ്യണമെന്ന് വിചാരിക്കുക, ടൈപ്പ്. പിന്നെ സെർച്ച് ടൈപ്പ് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക. പിന്നെ ഫിൽറ്റർ റെസ്പോൺസർ മോഡൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ മാത്രമായിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ വി ഹാവ് നമ്മൾ നേരത്തെ ചോദിക്കും ഇപ്പോൾ യൂസറായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു യൂസറായിരിക്കും റെസ്പോൺസ് വരിക. അങ്ങനെയാണ് അത് നമ്മൾ ഡിപ്പെൻസ് ഓൺ ഓരോ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഏതൊരു API കോളിനും ബേസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരിക. ഇനി ജസ്റ്റ് നമ്മൾ സോ വി ഹാവ് ആ ഒരു ലിങ്ക് സോ ഡാറ്റ് ആഫ്റ്റർ കം യൂഷ്വലി ക്വറീസ്. അത് നമ്മൾ ഒന്നുമില്ല, അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ക്വറീസ് വി ഹാവ് സിംപ്ലി മെത്തേഡ് ക്വറി ആൻഡ് വി പാസ്ഡ് പാരാമീറ്റേഴ്സ് ക്രൈമിങ് ടു URL എൻകോഡ് ക്വറി ഫ്രോം. അതിപ്പോൾ നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ടൊക്കെയാണ് കാര്യം നമ്മൾ ഡാറ്റ എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഈ ഒരു ഉദ്ദേശിക്കുന്ന കൺസിഡർ ചെയ്യുന്ന പാത്ത് എന്നൊക്കെ കൺസിഡർ ചെയ്യാനുള്ള കാരണം അതാണ്. ടൈപ്പ് ക്വറി, അപ്പോൾ ടൈപ്പ് ക്വറി കണ്ടില്ലേ. സെർച്ച് ടെക്സ്റ്റ് ക്വറിയാണ്. ദെൻ ID എന്ന് പറഞ്ഞാൽ എന്താണ്, ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്താണ്. അല്ല, ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് പറയുന്നുണ്ട്, ഇന്ന ID ആയിരിക്കും, ഇന്ന IDയിലുള്ള ID ഫിൽറ്റേഴ്സിലുള്ള ഇതിവിടെ പാത്തായി പോയ കേട്ടോ. അപ്പോൾ അത് കൺസിഡർ ആക്കേണ്ട. പിന്നെ ഇവിടെ പാത്ത് പറഞ്ഞു കൊടുത്തു, ഏത് പാത്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അത് പാത്തും ഇതേപോലെ തന്നെയാണ്. ID ഇവിടെ സ്ലാഷ് ചെയ്ത് പാസ് ചെയ്യുക, പാത്തും ഇവിടെ പാസ് ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ നമുക്ക് ക്വറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കസ്റ്റമർ ID പാസ് ചെയ്യണമെങ്കിൽ അതും പാസ് ചെയ്യാം. സ്ലാഷ് നമ്മൾ പറഞ്ഞല്ലോ. അത് പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഈ പാത്തിനെയാണ് ഈ പാത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ID ആണ് ഇവിടെ പാസ് ചെയ്യുക. എന്നാൽ സ്ലാഷ് ഫിൽറ്റർ കൺഫ്യൂഷൻ വരരുത്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, വളരെ സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ദെൻ നമ്മൾ ക്വറി എന്തിനാ ഓതൻറ്റിക്കേഷൻ ടോക്കൺ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ പോവുക. എൻകോഡ് ട്രൂ ഓതൻറ്റിക്കേഷൻ ടോക്കൺ റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ചെയ്തിട്ട് എടുക്കുക. ഏത് ടൈപ്പാണ് ഓതൻറ്റിക്കേഷൻ ടൈപ്പ് ടോക്കണിൻ്റെ. പിന്നെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഫീൽഡ് സെൻഡ് ഡാറ്റ ഫോം URL എൻകോഡഡ് ആയിട്ടുള്ള ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി റിക്വയർഡ് ഫോം URL എൻകോഡ് അനോട്ടേഷൻ അറ്റാച്ച് വിത്ത് മെത്തേഡ് ദ ഫീൽഡ് പാരാമീറ്റർ വർക്ക് ഓൺലി ദ പോസ്റ്റ്. അത് നമ്മൾ സെൻഡ് ഈ ഫോം URL ആണെങ്കിൽ റിക്വയർസ് ഫോം URL എൻകോഡഡ് അനോട്ടേഷൻ വേണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഫീൽഡ് പാരാമീറ്റർ വർക്ക് ഓൺലി വിത്ത് ദ പോസ്റ്റ്. അത് പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഫോം URL എൻകോഡും ഫീൽഡ് പാരാമീറ്റർ വർക്ക് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. നോട്ട് ഫീൽഡ് റിക്വയേഴ്സ് എ മാൻഡേറ്ററി പാരാമീറ്റർ. In cases when field is optional, we can use query instead of that pass null value. ഇപ്പോൾ null value ഒക്കെ പാസ് ചെയ്യാൻ നമുക്ക് query ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫീൽഡ് പാരാമീറ്റർ നമുക്ക് എന്ത് ചെയ്യുക, മാൻഡേറ്ററി ആണ് അതിൽ വരുന്നതെന്നാണ് പറഞ്ഞത്. അനദർ തിങ് to note with is that we use to complete optional query parameters which can be passed null if we don't need them. The tool will take care of ignoring these parameters if they do not have values. നമുക്ക് ഓപ്ഷണലായിട്ട് എന്ത് ചെയ്യാം, ക്വറി പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. അതുപോലെ തന്നെ വിച്ച് ക്യാൻ പാസ് നൽ, അതായത് നമുക്ക് അവിടെ നല്ലാണെങ്കിലും അവിടെ വേണമെന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ടൂൾ മേക്ക് കെയർ ഓഫ് ഇഗ്നോറിങ് ദീസ് പാരാമീറ്റേഴ്സ്. അത് ഒരു വാല്യൂ ഇല്ലാതെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. അത് ഈ കൊറിയൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നൽ വാല്യൂ സപ്പോർട്ടാവും, പക്ഷേ എന്തില്ല, ഫീൽഡിൽ നിർബന്ധമായിട്ടും നൽ വാല്യൂ ആകാൻ പാടില്ല എന്നും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ API കോൾസിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ നൽ വാല്യൂ അതിൻ്റെ ബോഡിയിലൂടെ നമ്മൾ API പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിളിക്കണേ, നമ്മൾ ഗെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോഡി വഴി ഒന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മോഡലാണ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്.
ഈ മോഡലാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. എന്താണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്, ആ പാസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ മോഡലായിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് ഗെറ്റ് യൂസസ് ഡാറ്റ എന്ത് ചെയ്യുക, ഗെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, പോസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് ഡാറ്റ അയക്കാൻ വേണ്ടിയിട്ട്, ബോഡിയിലൂടെ നമുക്കത് സെർവറിലേക്ക് ഡാറ്റ അയക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ സസ്പെൻഡ് ഫാം ഇങ്ങനെ കുറേ പേജ് നമ്പർ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചൊക്കെ കോഡ് വായിച്ചൊക്കെ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഫോം URL എൻകോഡഡ് എന്താണ്, അപ്പോൾ പോസ്റ്റിൽ എന്ത് ചെയ്യാണ്, ഫീൽഡ് ഇട്ട് നെയിം, സലാമിൻ്റെ ഫീൽഡ്, ജോബ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത നമ്മൾ പറഞ്ഞത് മേക്ക് റെട്രോഫിറ്റ് ബിൽഡർ ഫോർ സിങ്ക്രണസ് അസിങ്ക്രണസ് API. സിങ്ക്രണസ് ആയിട്ടുള്ള അസിങ്ക്രണസ് ആയിട്ടുള്ള API കോൾ ചെയ്യാൻ വേണ്ടി റെട്രോഫിറ്റിൻ്റെ ബിൽഡർ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. Retrofit is a class through which your API interface that turn to callable object. By default, Retrofit give same default for your platform, but it allows customization. അത് ഇതൊരു ക്ലാസ് മാത്രമാണ് വിച്ച് യുവർ API ഇൻ്റർഫേസ് ടു റിട്ടേൺ ഇൻ കോളബിൾ ഒബ്ജക്റ്റ്. അത് API ഇൻ്റർഫേസിന് കോളബിൾ ഒബ്ജക്റ്റ് പോലത്തെ എന്ത് ചെയ്യാണ്, ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈ ഡീഫോൾട്ട് റെട്രോഫിറ്റ് ഗീവ് സം സെയിം ഡിഫോൾട്ട്സ് ഫോർ യുവർ പ്ലാറ്റ്ഫോം അലോസ് കസ്റ്റമൈസേഷൻ. നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസേഷൻ ചെയ്ത് നിൽക്കുക. ഡീഫോൾട്ടായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും ഒക്കും എന്നുള്ളതാണ് റെട്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ കൺവേർട്ടേഴ്സിനെ കുറിച്ച്. കൺവേർട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബൈ ഡീഫോൾട്ട് റെട്രോഫിറ്റ് ക്യാൻ ഓൺലി ഡീസീരിയലൈസബിൾ HTTP bodies into HTTP's response body type, and it can only accept request body type of at body. പിന്നെ നമ്മളടുത്ത് പറഞ്ഞ കൺവേർട്ടേഴ്സ് ക്യാൻ ആഡ് സപ്പോർട്ട് അതർ ടൈപ്പ് 6 സിബ്ലിംഗ് മൊഡ്യൂൾസ് അഡാപ്റ്റ് ടു പോപ്പുലർ സീരിയലൈസേഷൻ ലൈബ്രറി ഫോർ യുവർ കൺവീനിയൻസ്. അത് നമ്മൾ റെട്രോഫിറ്റ് എന്ത് ചെയ്യാണ്, ഓൺലി ഡീസീരിയലൈസബിൾ HTTP ബോഡി ഇൻറ്റു HTTP റെസ്പോൺസ് ബോഡി. അതിപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ഡാറ്റ എടുക്കുമ്പോൾ സമയത്ത് റിട്ടേൺ ചെയ്യുന്ന മോഡലായിട്ടില്ല, റെസ്പോൺസ് ബോഡി ആയിട്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. റെട്രോഫിറ്റ് കാൻ ഓൺ സീരിയലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്, അതൊന്ന് നോക്കുക. ദെൻ നമ്മളെന്ത് ചെയ്യുക, ഓൺലി അക്സെപ്റ്റ് റിക്വസ്റ്റ് ബോഡി ടൈപ്പ് ഓഫ് ബോഡി. അത് റിക്വസ്റ്റ് ബോഡി മാത്രമാണ് അവിടെ എന്ത് ചെയ്യാണ്, ഈ ബോഡിയിലൂടെ പാസ് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യണുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. നമ്മൾ ടൈപ്പ് ഓഫ് കൺവേർട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതായത് ജീസണ്, ജാക്സണ്, മോഷി, പ്രോട്ടോബഫ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വയറ്, സിമ്പിൾ XML, ജാക്സ്ബി, സ്കെയിലറ്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറ് ജീസണും മോഷിയൊക്കെയാണ്. ജീസണാണ് ഏറ്റവും പോപ്പുലറായിട്ട് HTTPയുടെ റെട്രോഫിറ്റിൽ ഉപയോഗിക്കുന്നത്. ഹിയർ ഫോർ എക്സാമ്പിൾ യൂസിങ് ജീസൺ കൺവേർട്ടർ ഫാക്ടറി ക്ലാസ് ജനറേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജിറ്റാബ് സർവീസ് ഇൻ്റർഫേസ് വിച്ച് യൂസ് ജീസൺ ഫോർ ഡീസീരിയലൈസേഷൻ. അത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജീസൺ കൺവേർട്ടർ ഫാക്ടറി ജനറേറ്റ് ചെയ്യേണ്ട എന്ത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗിറ്റബ് സർവീസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസിന് ജനറേറ്റ് ചെയ്ത് വിച്ച് യൂസ് ജീസൺ ഫോർ ഈസ് ഡീസീരിയലൈസേഷൻ. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ജീസണിൻ്റെ ഡീസീരിയലൈസേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയണത്. പിന്നെ കസ്റ്റം കൺവേർട്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെ കസ്റ്റം കൺവേർട്ടേഴ്സ്? If you need to communicate API that convert that content that Retrofit does not support out of the box, YAML text custom formats examples. Or you wish different library implement existing format, you can easily create own converter. Create a class, extends the converter factory class and pass instance by when building your adapter. Here is an example of using JSON converter factory class to generate an implementation of the GitHub service interface which uses JSON for its deserialization. അത് ഇഫ് യു നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് API കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കണ്ടൻറ്റ് ഫോർമാറ്റ് ദാറ്റ് റെട്രോഫിറ്റ് ഡസ് നോട്ട് സപ്പോർട്ട്. അത് കണ്ടൻറ്റ് ഫോർമാറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? യാമലൊക്കെ ടെക്സ്റ്റ് ഫോർമാറ്റും കസ്റ്റം ഫോർമാറ്റൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യില്ല, API ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ റെട്രോഫിറ്റ് സപ്പോർട്ട് ചെയ്യില്ല. ആൻഡ് യൂസ് ഡിഫറെൻറ്റ് ലൈബ്രറി ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺവേർട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്ത് ഈ റെട്രോഫിറ്റിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ആക്കി മാറ്റും. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഈ റെസ്പോൺസിൻ്റെ എന്ത് ചെയ്യണേ
എന്താ പറയുക ആ ഒരു ഫങ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഈ റെസ്പോൺസ് ആയിട്ടുള്ള കറക്റ്റ് ഡാറ്റ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ. To construct HTTP request call, we need to build our retrofit ഒബ്ജക്റ്റ് ഫസ്റ്റ്. അതായത് നമ്മളൊരു റെട്രോഫിറ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, ഏതെങ്കിലും ബേസ് URL വെച്ചിട്ട് എങ്ങനെയാണ് റെട്രോഫിറ്റിൻ്റെ ഇൻസ്റ്റൻസ് ക്ലിയർ ചെയ്യുന്നത്, HTTP കോൾസ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പറയണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റെട്രോഫിറ്റിൻ്റെ ഒരു ഇത് ട്രിഗർ ചെയ്യാൻ പോവുകയാണ്. റെട്രോഫിറ്റിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഡോട്ട് ബിൽഡർ നമ്മൾ ക്രിയേറ്റ് ബേസ് URL നമ്മൾ ഓൾറെഡി പറഞ്ഞു ബേസ് URL കൊടുക്കുക. പിന്നെ ആ ബേസ് URLൻ്റെ മുകളിലാണ് /user എന്നോ എന്താണ് നമുക്ക് വേണ്ടത് അത് കൊടുത്ത് പോകാൻ. അപ്പോൾ ബേസ് URL കൊടുത്തു. പിന്നെ കൺവേർട്ടർ ഫാക്ടറി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൽ ടെക്സ്റ്റും യാമലൊന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെട്രോഫിറ്റ് മനസ്സിലാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജീസൺ കൺവേർട്ടർ ഫാക്ടറി ഉപയോഗിച്ചു അത് ക്രിയേറ്റ് ചെയ്തു. ആഡ് കൺവേർട്ടർ ഫാക്ടറി, ജീസൺ കൺവേർട്ടർ ഫാക്ടറി, പിന്നെ അടുത്തൊരു കൺവേർട്ടർ ഫാക്ടറിയും കൂടി ഉപയോഗിച്ചു. സിമ്പിൾ XML കൺവേർട്ടർ ഫാക്ടറിയും കൂടി ഉപയോഗിച്ചു. അപ്പോൾ 2 ടൈപ്പ് കൺവേർട്ടർ ഫാക്ടറി ഉപയോഗിച്ചു. ദെൻ ഫൈനലി ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാലും മതി കേട്ടോ. പക്ഷേ ചില സ്ഥലങ്ങളിൽ സപ്പോർട്ട് ആവണമെങ്കിൽ XML ടൈപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് XML കൺവേർട്ടർ ഫാക്ടറി ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അത് ഡിപ്പെൻസ് ഓൺ പ്രോജക്റ്റ്. ദെൻ ഫൈനലി ഇതൊക്കെ കൂടി ബിൽഡ് ചെയ്തു. എന്നിട്ട് ബിൽഡ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്തു, നമ്മളിതിൻ്റെ സർവീസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സർവീസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഗിറ്റബ് സർവീസ് എന്താ നമ്മൾ കൊടുത്തത് ആ ഒരു ഇൻ്റർഫേസിൻ്റെ റെസ്പോൺസ് ആയിരിക്കും, ഒരു ഇതായിരിക്കും. അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ റെട്രോഫിറ്റ് ഡോട്ട് ക്രിയേറ്റ്, അപ്പോഴാണ് നമ്മൾ ശരിക്കും API കോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് ഇൻ്റർഫേസ് ആണ് കേട്ടോ. ഗിറ്റബ് സർവീസ് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ക്ലാസ് ഡോട്ട് ജാവ എന്നുള്ളത് ഇതിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ശരിക്ക് അവിടെ API കോൾ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ യു ക്യാൻ ആഡ് ക്ലയൻറ്റ് റിക്വസ്റ്റ് ബിൽഡർ. എങ്ങനെയാണ് ആ ക്ലയൻറ്റ് റിക്വസ്റ്റ് ബിൽഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള. അപ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് URL കൊടുത്തു, കൺവേർട്ടർ ഫാക്ടറി കൊടുത്തു, കൺവേർട്ടർ ഫാക്ടറി വേറെ ടൈപ്പ് കൊടുത്തു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുകയാണ്, ക്ലൈൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അത് ലോഗിൻ ഇൻ്റർസെപ്റ്റേഴ്സൊക്കെ ഉപയോഗിക്കും. അതേപോലെ സെറ്റ് ടൈം ഔട്ട്, റീഡ് ടൈം ഔട്ട്, കണക്റ്റ് ടൈം ഔട്ട്, സെറ്റ് ലെവൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഇത്ര ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഡിസ്കണക്റ്റ് ആയി പോകാൻ, പിന്നെ റൈറ്റ് ടൈം ഔട്ട്, ആ ടൈം റൈറ്റ് ചെയ്യാനൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടൈം ഔട്ട്സൊക്കെ ഉപയോഗിക്കുന്നത്. ടൈം ഔട്ട്സ്, പിന്നെ ലെവൽ ഇൻ്റർസെപ്റ്റർ ഉപയോഗിക്കുന്നത്, അതിൽ വരുന്ന റെസ്പോൺസ് കറക്റ്റായിട്ട് നമുക്ക് ലോഗ് ചെയ്തെടുത്ത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒക്കെ കൂടി നേരത്തെ സിമ്പിളി ആയിട്ടുള്ള ഇപ്പോൾ കുറച്ച് അഡ്വാൻസ് ലെവലായിട്ടുള്ള ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് പറയണത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്, കണക്റ്റ് ടൈം ഔട്ട് എന്താണെന്നുള്ളത്. കണക്റ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഡീഫോൾട്ട് കണക്റ്റ് ടൈം ഔട്ട് ഫോർ ന്യൂ കണക്ഷൻസ്. ഒരു ഡീഫോൾട്ട് ടൈം ഔട്ടാണ് പുതിയ കണക്ഷന് വേണ്ടിയിട്ട്. വാല്യൂ ഓഫ് O മീൻസ് നോ ടൈം ഔട്ട്, അതർവൈസ് വാല്യൂ മസ്റ്റ് have been 1 and integer. Max value when convert milliseconds. അതിപ്പോൾ നമ്മൾ വാല്യൂ നോ ടൈം ഓഫ് 0 ആണെങ്കിൽ നോ ടൈം ഓഫ്, അതർവൈസ് വാല്യൂ ബിറ്റ്വീൻ 1ൻ്റെ ഇടയ്ക്ക് വരും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അതൊരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ മാക്സ് വാല്യൂ വെൻ കൺവേർട്ട് milliseconds. മാക്സിമം ആയിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യാണ്, അവർ milliseconds കൺവേർട്ടായി പോയിക്കുന്നതാണ് പറഞ്ഞത്. ദ കണക്റ്റ് ടൈം ഔട്ട് ഇറ്റ് ഈസ് അപ്ലൈഡ് connecting TCP sockets and the target host the default value in 10 seconds. അതായത് സിമ്പിളായിട്ട് കണക്റ്റ് ടൈം ഓഫ് അപ്ലൈഡ് വെൻ കണക്റ്റിംഗ് TCP ആയിട്ട് ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ വെച്ച് സോക്കറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഹോസ്റ്റിനൊക്കെ ബേസ് ചെയ്തിരിക്കും. പിന്നെ ഡീഫോൾട്ട് വാല്യൂ ആയിട്ട് 10 സെക്കൻഡ്സ് ആണ് അവർ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ നമ്മൾ റീഡ് ടൈം ഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. സെറ്റ് ചെയ്യുന്നതിനാണ് കാര്യമായിട്ട്. പിന്നെ റീഡ് ടൈം ഔട്ട് ന്യൂ കണക്ഷൻ എ വാല്യൂ ഓഫ് മീൻസ് ടൈം ഓഫ്, അതർവൈസ് വാല്യൂ മസ്റ്റ് ബി ബിറ്റ്വീൻ 1 and integer max value when convert milliseconds. The read timeout is applied to both TCP sockets and for individual read IO operations including on source of response. Default value is 10 seconds. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കും. വളരെ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഒന്ന് വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ടൈം ഔട്ടും അത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് കാര്യമായിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നതിനേക്കാളും നല്ലതായിരിക്കും. So default by writing timeout for a new connection a value to 0 to means no
time hours, otherwise values must be 1 and integer max value. When convert to milliseconds, the write timeout is applied for individual write IO operations. The default value is 10 seconds. അപ്പോൾ അതൊന്ന് നോക്കുക, അതായത് റൈറ്റ് ടൈം ഔട്ടിനെ കുറിച്ചൊന്ന് നോക്കുക. വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്, അതിനെ കുറച്ചൊരു ഇരുന്നൊന്ന് മനസ്സിലാവാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ നാലാമത് പറഞ്ഞു ഒബ്സർവ് എ പി ഐ ഡാറ്റ ഇൻ ദ വ്യൂ മോഡൽ. അതായത് വരുന്ന ഡാറ്റയെ എ പി ഐ ഡാറ്റനെ വ്യൂ മോഡലിലേക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വി ഹാവ് റെട്രോഫിറ്റ് ഒബ്ജക്റ്റ്. എന്തുണ്ട്? റെട്രോഫിറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. വി കാൻ കൺസ്ട്രക്ട് അവർ സ്മോൾ സർവീസ് കോൾ. ലെറ്റ്സ് ടേക്ക് ലുക്ക് അറ്റ് ഹൗ ടു ഡു ദിസ് സിങ്ക്രണസ് വേ for using view model, then data inside view model and observe into UI. അത് വരുന്ന ഡാറ്റയുടെ എന്ത് വ്യൂ മോഡലിലേക്ക് എടുത്തിട്ട് അത് വ്യൂ മോഡലിൽ ഒബ്സർവ് ചെയ്തിട്ട് എന്ത് യു ഐയിൽ ഡിഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതൊക്കെ അതിനെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ പിന്നെ അതിൻ്റെ എക്സാമ്പിൾ ഇതാ കൊടുക്കുന്ന. യൂസർ എന്ന് പറഞ്ഞാൽ മൂട്ടബിൾ സ്റ്റേറ്റ് ഫ്ലോ. അതിപ്പോൾ നേറ്റീവ് ആൻഡ്രോയിഡിൽ കോമ്പോസിൽ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ഫ്ലോ അല്ലാതെ കോമ്പോസിൽ മാത്രമല്ല ആൻഡ്രോയിഡിലുള്ള കാര്യമാണ്. സ്റ്റേറ്റ് ഫ്ലോ ഉപയോഗിച്ച് നമ്മളെന്ത് ചെയ്തു, ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് യൂസറിൻ്റെ ആ സ്റ്റേറ്റ് ഫ്ലോ എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ സർവീസ് റെട്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് യൂസർ സർവീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ എന്തിനാണ് സർവീസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒന്ന് നോക്കാം നമ്മൾ. അപ്പോൾ ആ ഒരു സർവീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ സർവീസ് ഡോട്ട് ഈ സർവീസ് വെച്ചിട്ടായിരിക്കും പിന്നെ നമ്മൾ ചെയ്യണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വ്യൂ മോഡൽ. അപ്പോൾ വ്യൂ മോഡലിലൊരു ഫംഗ്ഷൻ ഇത് വ്യൂ മോഡൽ സ്കോപ്പ് ലോഞ്ച് ചെയ്യുക. അതായത് കോറോട്ടിൻ്റെ സ്കോപ്പ് നമ്മൾ വിളിച്ചു. ദെൻ ട്രൈ ക്യാച്ച് വെച്ചാണ് നമ്മൾ യൂസറിൻ്റെ റെസ്പോൺസ് എന്താണ്, ആ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സർവീസിന് ഇൻസ്റ്റൻസ് ഡോട്ട് ഗെറ്റ് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതിയിട്ടുണ്ട് യൂസറിൻ്റെ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഫംഗ്ഷനാണെന്ന്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്, നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ അത് വിളിച്ച് ദെൻ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത് പറഞ്ഞത് മേക്കിംഗ് എ റീയൂസബിൾ എ പി ഐ ഇൻസ്റ്റൻസ് ക്ലാസ്. അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ എ പി ഐൻ്റെ ഇൻസ്റ്റൻസ് ബേസ് യു ആർ എൽ കൊടുക്കാൻ ഫുൾ യു ആർ എൽ കൊടുത്തെടുക്കണതിനെക്കാളും നല്ല ഒരു ബേസ് യു ആർ എൽ സെറ്റാക്കി അതിന് കോമൺ ഇൻസ്റ്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അതിന് ഉപയോഗിച്ചാലും നമ്മളെ പെർഫോമൻസ് നന്നായിരിക്കും, അതിന് ആപ്പിനൊന്നും സംഭവിക്കാൻ പോകണില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഒന്ന് നിങ്ങളെന്ത് ചെയ്യുക, ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. പിന്നെ വാട്ട് വി വാണ്ട് റീയൂസബിൾ ക്ലാസ് അലൗസ് ടു ക്രിയേറ്റ് ഒബ്ജക്റ്റ് വൺസ് റീയൂസ് ഫോർ ദ ലൈഫ് ടൈം അവർ ആപ്ലിക്കേഷന് ഫുൾ ടൈം നമുക്ക് എന്ത് ചെയ്യുക, ഈ റീയൂസബിൾ എ പി ഇൻസ്റ്റൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എ പി ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എ പി ഇൻസ്റ്റൻസിന് കമ്പാനിയൻ ഒബ്ജക്റ്റ് നമുക്കറിയാം, ആ ക്ലാസ്സിൻ്റെ നെയിം ഡോട്ട് ഇതിലെന്താണുള്ളത് അത് വിളിക്കാൻ പറ്റും എന്നുള്ള ലെവലിലാണ് കമ്പാനിയൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ബിൽഡ് ബേസ് യു ആർ എൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് യു ആർ എൽ അവിടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കൺവേർട്ടർ ഫാക്ടർ ഒക്കെ എടുത്തിട്ട് ഈ റെട്രോഫിറ്റ് ബിൽഡറിനെ ക്രിയേറ്റ് ചെയ്യുക. ബിൽഡർ എന്ത് ചെയ്തു, റെട്രോഫിറ്റിൻ്റെ ബിൽഡർ വെച്ചിട്ട് നമ്മൾ എന്ത് ബിൽഡ് ചെയ്തു. ദെൻ HTTP ക്ലയൻറ്റിൽ എന്ത് ചെയ്തു, ബിൽഡർ അതിൻ്റെ ക്ലയൻറ്റ് ഡോട്ട് ബിൽഡർ നമ്മൾ എന്ത് ചെയ്തു, പാസ് ചെയ്തു. പിന്നെ HTTP ക്ലയൻറ്റ് ഡോട്ട് ബിൽഡർ അത് HTTP ക്ലയൻറ്റ് ഡോട്ട് ബിൽഡർ എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ നമ്മളെന്ത് ചെയ്യാണ്, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഫംഗ്ഷൻ ക്രിയേറ്റ് സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ റെട്രോഫിറ്റ് ഡോട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ചെയ്തു. റെട്രോഫിറ്റ് ഡോട്ട് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ റെട്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു ബിൽഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി ക്രിയേറ്റ് കൊടുക്കില്ല, ആ ക്രിയേറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് എന്താണ്, ജനറിക് ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പും ആവാം. ജനറിക് ടൈപ്പ് ക്ലാസ്സസ് നമ്മൾ റിട്ടേൺ ചെയ്തു. അപ്പോൾ അത് ജനറിക്കിനെ കുറിച്ച് ഞാൻ കുറച്ച് പറയേണ്ടത് അപ്പോൾ നമുക്ക് പിന്നീട് ഒക്കെ സംസാരിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജനറിക് ടൈപ്പായിട്ട് റിട്ടേൺ ചെയ്യും. ദെൻ ഓൺ ലോജിക് ക്രിയേറ്റിംഗ് the retrofit object now to move in API instance class. This makes a sustainable client class stops code from repeating. Here simple example how to use it. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത സംഭവം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള. അപ്പോൾ നമ്മളത് സർവീസ് ക്രിയേറ്റ് ചെയ്ത് എ പി ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പാനി ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ ക്രിയേറ്റ് സർവീസ് വിളിച്ചു. അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു യൂസർ സർവീസ് എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് നമ്മൾ എന്ത് ചെയ്തു, പാസ് ചെയ്തു. അതോടുകൂടി നമുക്ക് ഇവിടെ ഈ സർവീസ് കിട്ടും. ഈ സർവീസിൻ്റെ ഈ യൂസർ ഇൻ്റർഫേസിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സർവീസ് ഡോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫംഗ്ഷനാണ് വേണ്ടത് വെച്ചാൽ ആ ഫംഗ്ഷൻ വിളിക്കാൻ പറ്റും. Now if we for example were to create repository service
could reuse this class, simplify, creating. In the next session, we are going exchange and authentication. അതിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇൻസ്റ്റൻസ് കറക്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ സർവീസ് ഡോട്ട് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ ഒക്കെ നമുക്ക് ഈ ഇൻ്റർഫേസിനുള്ളിൽ നിന്ന് വിളിക്കാം. അപ്പോൾ ഇൻ്റർഫേസിനുള്ളിൽ നമുക്ക് വീണ്ടും എൻഡ് യു ആർ എൽ മാത്രം കൊടുത്താൽ മതി. വീണ്ടും എന്ത് ചെയ്യേണ്ട, ബേസ് യു ആർ എൽ വെച്ച് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അതിനാണ് ഈ ഇൻസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സർവീസിൻ്റെ ഇൻസ്റ്റൻസ് വെച്ചിട്ട് എല്ലായിടത്തും വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. നമ്മൾ ആറാമത്തെ പറയുന്നത് ഓതൻറ്റിക്കേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് ഓതൻറ്റിക്കേഷൻ? മോസ്റ്റ് API some authenticates secure access to take in account of previous generated class. We are going to create service method that takes a JWT token with the authentication header. അപ്പോൾ ടോക്കണൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ബാങ്കിൻ്റെ ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ വീണ്ടും ആപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, വീണ്ടും ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാങ്കിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ മിക്കവാറും അവർ ചോദിക്കും. പക്ഷേ അല്ലാത്ത കോമൺ ആണെങ്കിൽ നമ്മളോട് ചോദിക്കില്ല. നമ്മളെ ഡാറ്റ അവർ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോണിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ എന്നിട്ട് നമ്മൾ ലോഗ് ഔട്ട് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് കയറുമ്പോൾ എന്തായിരിക്കും, അപ്പോൾ നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ പഴയ ഡാറ്റ ഉണ്ടാവും അവിടെ ആ ലെവലിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഡാറ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടോക്കൺ ഉണ്ടാവും. തന്ന ടോക്കൺ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിന് ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഓതൻറ്റിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. JWT ടോക്കൺസ് ഉണ്ട്, അതുപോലെ API ഉണ്ട്. API കീ കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ഇത് ജനറേറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ആ ഒരു കോഡ് വായിച്ചു നോക്കുക. ദെൻ അതിൻ്റെ റെസ്പോൺസ് എന്താണ്, ഇങ്ങനെ വന്നിട്ട് ചെയ്തു പോവുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യുക, ടു ആഡ് എ ഹെഡർ അവർ റിക്വസ്റ്റ്, അതായത് ഹെഡർ അവിടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ ഓതറൈസേഷൻ എന്താണ് ഹെഡറായിട്ട് ഇവിടെ ഓതറൈസേഷന് പാസ് ചെയ്തു. ദെൻ ടോക്കൺ, എന്ത് ടോക്കണാണ് പാസ് ചെയ്യാറുള്ളത് അതും കൂടി പാസ് ചെയ്തു. ദെൻ ബിൽഡ് ചെയ്തു. അത് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ HTTP ഇൻ്റർസെപ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിച്ചു, അത് ക്ലിയർ ചെയ്തു. പിന്നെ ആഡ് ഇൻ്റർസെപ്റ്റർ ആഡ് ചെയ്യാണ്ടത് പറഞ്ഞിട്ട് ഒറിജിനൽ ആയിട്ടുള്ള എന്താണ് ഇൻ്റർസെപ്റ്റർ, റിക്വസ്റ്റ് എന്താണ്, ന്യൂ ബിൽഡർ, ചെയിൻ റിക്വസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ദെൻ നമ്മൾ ഹെഡറായിട്ട് ഓതറൈസേഷൻ പാസ് ചെയ്ത് ബിൽഡ് ചെയ്തു. ദെൻ ചെയിൻ പ്രോസസ്സ് റിക്വസ്റ്റ്, പ്രൊസീഡ് റിക്വസ്റ്റ് നമ്മൾ റിട്ടേൺ ആയിട്ട് ജനറിക് ആയിട്ടുള്ള സാധനം റിട്ടേൺ ചെയ്തു. ദെൻ ബിൽഡർ ഡോട്ട് ക്ലയൻറ്റ് HTTP ക്ലയൻറ്റ് ബിൽഡ്, അങ്ങനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ ബിൽഡർ ഡോട്ട് ബിൽഡ്. അതല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും, ഇതിപ്പോൾ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ റെട്രോഫിറ്റ് ക്രിയേറ്റ്, അതിപ്പോൾ നമുക്ക് ടോക്കൺ ഇല്ല, ടോക്കണിൻ്റെ ആവശ്യമില്ല, ഇതിന് നല്ലൊരു ഡാറ്റ ആയിട്ട് കിട്ടണില്ല എന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, റെട്രോഫിറ്റ് ഡോട്ട് ക്രിയേറ്റ്, അത് നമ്മൾ നെറ്റ്വർക്ക് എന്ത് ചെയ്യണം, വീണ്ടും ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ആപ്പ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത്രയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ കുറേ കഥകളാണ്. ആഡ് അങ്ങനെ പാപ്പബിലിറ്റി, പിന്നെ എക്സാമ്പിൾ, ഓതൻറ്റിക്കേഷൻ, അങ്ങനെ യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിന് ഏഴാമത് നമ്മൾ പറഞ്ഞു ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞു ലോഗിങ്ങിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മൾ റണ്ണിങ്ങിൽ ആപ്പിൻ്റെ ഒക്കെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനായിട്ട് ലോഗിനൊക്കെ ഉപയോഗിക്കുന്നത്. ലോഗ് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ സാധനത്തിനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത കാര്യം പറഞ്ഞെന്താ, അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടുള്ള ഇൻസ്റ്റൻസിട്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ കുറച്ചൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, വളരെ സിമ്പിൾ കാര്യമാണ്. അപ്പോൾ കഥ ലൈൻ ബൈ ലൈൻ വായിക്കണം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഇട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, കമ്പാനിൻ്റെ ഒബ്ജക്റ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കോമൺ ആയിട്ട് ബിൽഡർ നമുക്ക് വിളിക്കാൻ വേണ്ടി ഇവിടെ റെട്രോഫിറ്റിൻ്റെ ബിൽഡറിലോട്ട് ബിൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, റെട്രോഫിറ്റിൻ്റെ ഒരു ബിൽഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിന് HTTP ക്ലയൻറ്റിൻ്റെ ബിൽഡർ ക്രിയേറ്റ് ചെയ്യുക. അവിടെ 3 ബിൽഡർ ഉണ്ട്. റെട്രോഫിറ്റ് ലൈബ്രറി ഉണ്ട്, HTTP ക്ലയൻറ്റ് ഉണ്ട്, റെട്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യാണ്. HTTP പിന്നെ ലോഗിൻ്റെ ഏത് ടൈപ്പാണ്, ലെവൽ ബേസിക്കാണ് ലോഗിൻ ഇൻ്റർസെപ്റ്റർ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസ് ലോഗിൻ ഇൻ്റർസെപ്റ്ററായിട്ട് കിട്ടും. ഇത് നമുക്കിവിടെ ടൈം പറഞ്ഞെടുത്തിട്ടുണ്ട്. അത് സർവീസ് ഏത് ടൈപ്പ്, ക്രാഫ്റ്റ് ടൈപ്പ്, പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള ക്രിയേറ്റ്, ഫൈനലി റെട്രോഫിറ്റ് ഡോട്ട് ക്രിയേറ്റ്, അത്ര കാര്യങ്ങളൊക്കെയാണ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ ക്രിയേറ്റ് സർവീസ് ക്രിയേറ്റ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളത് പ്രോഗ്രാംസൊക്കെയാണ്. Then this is the final form of our class. Can we see added the HTTP login interceptor and we set the basic for logging and loggingൻ്റെ ബേസിക്സിനെ കുറിച്ചൊക്കെയാണ് അവർ ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ ടൈം ടു മേക്ക് റിക്വസ്റ്റ്, പിന്നെ ചില റീഫ്രഷ് ടോക്കനൊക്കെ ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
നമ്മൾ എക്സ്പയർഡായി മാറും. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ റീഫ്രഷ് ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അതോടുകൂടി ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തു, ഏകദേശം തീർന്ന് എന്നാണ് കരുതുന്നത്. പിന്നെ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കേണ്ട. വൺ തിങ് എന്ത് ചെയ്യുക, നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ ടൈം നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഫോൺ ചെയ്യാതിരിക്കുക. 9 to മോർണിംഗ് 8 to നൈറ്റ് 8 വരെ. കാരണം നമ്മളൊക്കെ ഡ്യൂട്ടീൻ്റെ ടൈമിലാകുമ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല, അർജൻറ്റ് കോളൊക്കെ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടൊക്കെ എനിക്ക് ചിലപ്പം നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അതൊരു ഇതാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പറയാണ്, പരമാവധി നമ്മൾ വർക്കിംഗ് ടൈമിൽ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് അടിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നമുക്കത് അടുത്ത വീഡിയോസിലൊക്കെ ചെയ്തു പോകാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.